ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗുലാബ് ജാമുൻ. നമ്മൾ സാധാരണ ഗുലാബ് ജാമുൻ്റെ അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അമൃതം പൊടി ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷനാണ്, പക്ഷേ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നെയ്യും പാൽപ്പൊടിയും അമൃതപ്പൊടിയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് ഉരുട്ടി ബോളാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പാലിന് പകരം വെള്ളം ഉപയോഗിച്ചിട്ടും കുഴച്ചെടുക്കാം. പാൽ ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് കയ്യിലൊക്കെ ആകെ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കയ്യിലൊരല്പം നെയ്യോ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ ഞാനിവിടെ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് വറുത്ത് കോരണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗം ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് സാവധാനത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമൃതം പൊടി ചെറിയൊരു മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പിന് മുകളിൽ 1/4 കപ്പ് വരെയൊക്കെ ആയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിലേക്കൊരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി ബോൾസ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് 2-3 മണിക്കൂറിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇവിടെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന പോലത്തെ ഗുലാബ് ജാമുൻ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ഗുലാബ് ജാമുൻ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ. അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.